ഞാനൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. പച്ചമാങ്ങയുടെയാണ് റെസിപ്പി. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്നതാണ്. അതിൽ ആദ്യമായിട്ട് നമ്മളുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് വേണം അത് ഉണ്ടാക്കാൻ വേണ്ടി. കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അത് കഴിഞ്ഞ് അതിൽ ഒന്ന് എണ്ണ ചൂടായി കഴിയുമ്പോൾ ജീരകം ഇട്ട് പൊട്ടിക്കുക. ജീരകം ഇട്ട് പൊട്ടി കഴിയുമ്പോൾ അതിൽ പച്ചമാങ്ങ നുറുക്കി വെച്ചത് ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. അത് കഴിയുമ്പോൾ അതിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം ഇതൊന്ന് ഇതായി കഴിഞ്ഞാൽ ഇളക്കി സോട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മുളക് പൊടി ഇടണം. കാശ്മീരി മുളക് പൊടിയും സ്വല്പം മുളക് പൊടിയും ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ അതിൽ ചുടുവെള്ളം ഒഴിക്കുക. അതിൽ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കും. ഹലോ ഗൈസ്, ഇപ്പോൾ അത് ചുടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാങ്ങ നമ്മൾ വെന്തോന്ന് നോക്കിയതിന് ശേഷം അതിൽ വെല്ലം ശർക്കര ഇട്ട് ഇളക്കി കുറച്ച് നേരം അടച്ചു വയ്ക്കുക. ഇപ്പോൾ മാങ്ങ നന്നായിട്ട് വെന്ത് കഴിഞ്ഞു. അപ്പോൾ അതിലേക്ക് നമ്മൾ ശർക്കര വെല്ലം ഇടുക. 3 കഷ്ണം വെല്ലമാണ് ഞാൻ ചേർക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഇളക്കി മൂടി വയ്ക്കുക. അലിഞ്ഞ് കഴിയുമ്പോൾ നമ്മളുടെ മാങ്ങയുടെ തയ്യാറായി. ഇതൊന്ന് അലിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ രണ്ടാമത് കാണിക്കാം. ലാസ്റ്റ് നമ്മളുടെ എല്ലാം റെഡിയായി, ശർക്കര ഇട്ട് എല്ലാം റെഡി ആയിട്ടുള്ള സ്റ്റേജാണിത്. ഇത് എല്ലാ കുട്ടികൾക്കും ഉണ്ടാക്കി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. നല്ല മധുരവും എരിവും മധുരമായിട്ടുള്ളതാണ്. കട്ടമിട്ട മാങ്ങയുടെ ഒരു ഇതാണ് റെസിപ്പിയാണ്. അത് കുട്ടികൾക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ ഏറ്റവും നല്ലത്. വെറുതെ കുട്ടികൾ കഴിക്കുക, അത്ര ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് പറയാമെന്ന് വെച്ചാൽ ഉണ്ടാക്കി റെസിപ്പി ഉണ്ടാക്കി കാണിച്ചു തരാം. എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. പുതിയ റെസിപ്പിയുമായി ഞാൻ വരാം.